ജയറാം, മുകേഷ്, ജഗതി കൂട്ടുകെട്ടിൽ വക്കാലത്ത് നാരായണൻകുട്ടി എന്ന ചിത്രത്തിലെ എവർഗ്രീൻ കോമഡി. Good morning, sir. Morning. This is my applicant. Once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ്. എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്ന് കണ്ണടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ, സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് വെച്ച് പറയട്ടോ. വക്കാലത്തിന്റെ പേരിലുള്ള മുളക് വയ്യാകുമ്പോ എരിവ് ശാല കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ഡേ, തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഇല്ല. ഓ ശരി ശരി. ആ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ, അണ്ണാ ആദ്യം ചിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേഴ്സിന് ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ, സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം? എന്നെ ഓ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. വക്കാലത്ത് നാരായണൻകുട്ടി. ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ പേര് പറ. പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്ത്.
ലോക്കലാ. എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ആ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ, ബാക്കിയൊക്കെ ഓക്കെയാ. പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. കൃത്യവിലോപ. അതെ അതെ. കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ, പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ, ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി. നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ, ലാൽ സലാം. പിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രിയാ ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും, സ്പീഡാക്ക്. ഞാനും നോക്കാം. ശരി സാർ, ലാൽ സലാം. ലാൽ സലാം. ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു. അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. മാത്യു, അല്പം കൂടെ നേരത്തെ ഓഫീസിൽ വരണം. യു ഷുഡ് കം ലിറ്റിൽ ബിറ്റ് ഏർലിയർ. എക്സാക്ട്ലി 8 o'clock ഓഫീസിൽ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ഹെവി ട്രാഫിക്. നോ എക്സ്ക്യൂസ്. ഡിലൈഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്. അതുപോലെ ഡിലൈഡ് പെർഫോമൻസ് ഇസ് നോൺ പെർഫോമൻസ്. ഐ എം സോറി സാർ. പൗരന്മാർ സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. ടൂ വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ 10 രൂപ. 10 രൂപ ഇനി ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണൻകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ, കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ എന്നെ അപ്പുറത്തോട്ടൊന്നാക്കി. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം. നളിനാക്ഷൻ PP. അല്ല സാറ് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാറ് ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറേ, ബോർഡൊന്ന് വായിക്കണം. വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. താനെന്നെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവല്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ, ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്ലാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ വരണം. കഷ്ടം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട്, അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട സാറേ. നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ DGPയുടെ മോളാ. എങ്ങനെ DGP കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും ഈ വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപിശ ഇറക്കിയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസിനാണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ അറിയാൻ പാടില്ലാത്തത് ചോദിച്ചതാ. ഓ വേണത് സാറേ. DGPയുടെ മുൾക്കുന്ന നിയമം വേറെയാണോ സാറേ? കേസ് ചാർജിന് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGPയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റും. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്ക് സാർ. സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ. എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത്? 1.5 വർഷത്തിലേറെ ഉണ്ടോ? എത്ര മഴ കൊണ്ടു? അല്ല, കഴിഞ്ഞ പോലെ റെക്കോർഡ് ചോദിക്കണ്ട. എന്ത് ബോർഡാണത്? സിഗ്നൽ ബോർഡ്. നോ പാർക്കിംഗ്.
എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തകരം കൊണ്ട്. മഴ കൊണ്ടാൽ തകരം തുരുമ്പിടിക്കില്ലേ? തീർച്ചയായും 3 mm ഗേജുള്ള തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു. തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി. നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ എന്നില്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു. അതിനിപ്പോ എന്താ? പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്നത് ചിലരുടെ ദുസ്വഭാവമാണ് യുവർ ഓണർ.